സാവകാശനായിട്ട് ചെയ്യുന്നു. കർത്താവ് ഈ വർഷം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പഴയ നിയമത്തിലെ ഒരു ടെക്സ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 13-ാമത്തെ ചാപ്റ്റർ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ രാത്രി നമ്മൾ ചിന്തിക്കുന്നത് വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ്. 13, 14, 15, 16 ചാപ്റ്റേഴ്സിന് ശിംശോനെ കുറിച്ചാണ്. സാംസൺ ദ ജഡ്ജ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥി. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, എന്നുള്ള രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. മൺപൊടികളായ ശരീരരായ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവിന്റെ വചനത്തെ അവിടുന്ന് വിഭജിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കും. എല്ലാ മഹത്വം കർത്താവിന്, യേശു കർത്താവിന്റെ നാമം. ഓക്കെ, നമുക്ക് വളരെ പരിചയമുള്ള ടെക്സ്റ്റ് ആണ്. സാംസൺ. ശിംശോനെ കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ നമ്മുടെ ഇടയിലോ അല്ലെങ്കിൽ ഈവൻ ഒരു ലോകത്തിൽ തന്നെ ഉണ്ടാവുന്ന സംശയമാണ്. അത്രയ്ക്കും വളരെ ഫേമസ് ആയ ഒരു ക്യാരക്ടറാണ് ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതലുള്ള 4 ചാപ്റ്റേഴ്സിലാണ് ന്യായാധിപനായിരുന്ന സ്പെഷ്യൽ ആയിരുന്ന ശിംശോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, യോശുവയുടെ പുസ്തകത്തിനും രാജാക്കന്മാർ വരുന്ന ശമൂവേലിന്റെ പുസ്തകത്തിന് ഇടയ്ക്കുള്ള ഒരു ലിങ്കാണ്. ദൈവം എഴുന്നേൽപ്പിച്ച വളരെ കാരിസ്മാറ്റിക് ആയ ലീഡേഴ്സ് ആയിരുന്നു ന്യായാധിപന്മാർ. ഓത്നിയലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ ഭാഗത്ത്. ശിംശോനെ, സാംസനെ വേണമെങ്കിൽ ഒരു ലാസ്റ്റ് ജഡ്ജായിട്ട് കാണാം. കാരണം സമൂഹലിനെ അങ്ങനെ കാണുന്നിട്ടില്ല. സമൂഹൽ അടുത്ത പുസ്തകത്തിൽ വരുന്നുണ്ട്. സമൂഹലിനെ ലാസ്റ്റ് ജഡ്ജായിട്ടാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരെ പറ്റിയാണ്. എന്നാൽ സമൂഹലിന്റെ ഒരു ട്രാൻസിഷണൽ ഫിഗർ ആണ്. ഒരു പ്രോഫറ്റ് ആയിരുന്നു, ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു ജഡ്ജ് ആയിരുന്നു. ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ, ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ സാംസൺ അല്ലെങ്കിൽ ശിംശോനെ വേണമെങ്കിൽ ലാസ്റ്റ് ജഡ്ജായി കാണുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ പോലെ 4 ചാപ്റ്റേഴ്സിലാണ് ഈ ചരിത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 13-ാമത്തെ ചാപ്റ്റർ മാത്രമാണ്. 4 ചാപ്റ്റേഴ്സിന് ഒരുമിച്ച് ഒരു 35 മിനിറ്റ്സിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഈ 4 ചാപ്റ്റേഴ്സ് വായിക്കുകയും മുന്നോട്ട് പുറകോട്ടൊക്കെ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്നുള്ളതായ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രധാനമായും 6 ചിന്തകളാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ അത് വായിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ആ ചാപ്റ്ററും കൂടെ വരുമെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സൈക്കിൾ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു സൈക്കിൾ. യോശുവയ്ക്ക് ശേഷം ദൈവത്തെ അറിയാത്ത, ദൈവത്തിന്റെ പ്രവർത്തികൾ അറിയാത്ത ഒരു ജനറേഷൻ എഴുന്നേറ്റപ്പോൾ അവർ പാപം ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെയൊക്കെ സേവിക്കാൻ പോയി. ദൈവം അവരെ മറ്റ് രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ജാതികൾക്ക് ഏൽപ്പിക്കും. അങ്ങനെ അവര് കുറെ വർഷങ്ങൾ അങ്ങനെ അടിമത്തത്തിലൂടെയൊക്കെ പോകുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കും. ഈ സമയത്ത് ദൈവം ഇടപെടുന്നു. ദൈവം ഒരു ജഡ്ജിനെ എഴുന്നേൽപ്പിക്കുന്നു. കുറച്ചു നാളുകൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ദൈവത്തെ സേവിക്കുകയും സമാധാനമുള്ള ഒരു കാലം ഉണ്ടാകും. ആ ന്യായാധിപന് ശേഷം ഇവർ പിന്നെയും പാപം ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും കഷ്ടത വരുന്നു. അവർ നിലവിളിക്കുന്നു, ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു, സമാധാനം. ഇതിനൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പുരോഗമിച്ചു പോകുക. നോക്കിയതിന്റെ ഞാൻ എന്റെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് ഒത്തിരിക്കുക നിങ്ങളുടെ ശ്രദ്ധയെ. ചാപ്റ്റർ 3 അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാ? ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവം യഹോവയെ മറന്ന് ബാൽവിഗ്രഹങ്ങളെ, അശേര പ്രതിഷ്ഠകളെ സേവിച്ചു. അതുകൊണ്ട് ദൈവകോപ ഇസ്രായേലിനെ നേരെ ജ്വലിച്ചു. അവനവരെ മെസൊപ്പൊത്താമ്യയിലുള്ള രാജാവായ കുശിൻദായ്മിന് വിറ്റു. ഇസ്രായേൽ മക്കൾ 8 സംവത്സരം അവനെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ദൈവം കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ എഴുന്നേൽപ്പിച്ചു. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. 40 ആ പാരഗ്രാഫ് തിരുമ്പും ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇതിനുശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് വായിച്ചിരുമ്പോൾ ഇവർ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 6-ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴും 6-ന്റെ 1-ലും 6-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്യം
ഇസ്രായേൽ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതിനുശേഷം ഇസ്രായേൽ മക്കൾ മിദ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാനുടെ നിമിത്തം യഹോവയുടെ നിലവിളിച്ച 7-ാമത്തെ വാക്യം. സോ ദിസ് സ്റ്റോറി ഈസ് കണ്ടിന്യൂയിങ്. ഈ സ്റ്റോറിയെ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 13-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എത്തുകയാണ്. 13-ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഗിദെയോന്റെ സമയത്ത് മിദ്യാനരായിരുന്നെങ്കിൽ ഇപ്പോൾ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുക. എന്നാൽ അതിന്റെ 13-2 ഇങ്ങനെയാണ്: എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു, മനോഹ എന്ന പേർ. അവന്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. ഇവിടെ ശ്രദ്ധിച്ചേ, ദ സൈക്കിൾ ഈസ് ബ്രോക്കൺ. സൈക്കിൾ ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഇവര് സാധാരണ ഫെലിസ്ത്യരുടെ ഏൽപ്പിക്കും. ഇവര് ആ കഷ്ട നിമിത്തം ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു പാസേജ് നമ്മൾ മുൻപൊക്കെ വായിച്ചേ. പക്ഷെ ഇവിടെ വി ഡോണ്ട് റീഡ് ദാറ്റ്. എഴുതാൻ വിട്ടുപോയതാകാൻ സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇവർ ഏകദേശം ഈ ഫെലിസ്ത്യരുടെ ഇതുമൊക്കെ ആയിട്ട് അങ്ങ് കോംപ്രമൈസ്ഡ് ആയി. They became very compromised. അപ്പൊ അതുകൊണ്ട് ഇത് നിലവിളിക്കുകയോ ഇതൊന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാത്ത വണ്ണമുള്ളതായ വളരെ കോംപ്രമൈസ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് they are not crying to God for deliverance. അതുകൊണ്ട് ദൈവം തന്നെ നോക്കി. ഇവിടെ ഒന്നാമത്തെ ചിന്ത ഞാൻ പറയുന്നത്, God take initiative. ദൈവം തന്നെയാണ് ഒരു പ്രാർത്ഥനയുടെ റെസ്പോണ്ട് അല്ല. ഗിദെയോന്റെ സമയത്തും ഒത്നിയേലിന്റെ സമയത്തൊക്കെ നമ്മൾ വായിച്ചത് they pray and God respond. അവര് കഷ്ടനിമിത്തം ദൈവത്തോട് നിലവിളിക്കുന്നു, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥനയും നിലവിളി ഇവിടെ ഇല്ല. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സാഹചര്യം രക്ഷപ്പെടാനുള്ള യാതൊരു തരത്തിലുള്ളതായ കൺസേൺസ് അവർക്കില്ല. They compromised. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ we read like ദൈവം തന്നെ മുൻകൈ എടുക്കുക. ദൈവം തന്റെ ദൂതനെ മനോഹയുടെ വീട്ടിലേക്ക് അയക്കുക. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ മനോഹയുടെ കുടുംബത്തെ കുറിച്ച്. സോ ഗോഡ് ടേക്ക് ഇനീഷ്യേറ്റീവ്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ പ്രയറിന് റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ ഇവിടെ ദൈവം റെസ്പോണ്ട് ചെയ്യുക. ചോദിക്കും, ദൈവം എന്താ അങ്ങനെ ഒരു ജനം പ്രാർത്ഥിക്കാതെ തന്നെ ഇനി ആരെങ്കിലുമൊക്കെ വളരെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രാർത്ഥിച്ചു എന്നറിയില്ല. എന്നാൽ ഒരു നാഷണൽ ക്രൈ അവിടെ ഇല്ല. ഒരു നാഷണൽ ക്രൈ ഇല്ല. ഇറ്റ്സ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി, ഗോഡ്സ് ഗുഡ്നെസ്. താൻ വിളിച്ചു ചേർത്ത മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ഈ ജനം ഫെലിസ്ത്യർക്ക് അടിമകളായി. നോക്കി അതിന്റെ 14-ാമത്തെ ചാപ്റ്ററിന്റെ അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് വാക്യം, ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. 15-ന്റെ 9 മുതലുള്ള വാക്യങ്ങളിലും സിംസോനോട് അവരൊന്ന് പറയാ, യഹൂദയിൽ നിന്ന് 3000 പേർ അവൻ പാർത്തിരുന്ന ഗുഹയുടെ അവിടെ എത്തിയിട്ട് സിംസോനോട് പറയാ, ഫെലിസ്ത്യൻ നമ്മെ വാഴുന്നു നീ അറിയുന്നില്ലയോ? സോ അവിടെ കോംപ്രമൈസിന്റെ ടോണാ. ഡോണ്ട് മേക്ക് എനി ഡിസ്റ്റർബൻസ് because the Philistines are reigning and ruling over us. അതുകൊണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ ഈ സിസ്റ്റം ഒക്കെ ആയിട്ട് അങ്ങ് കോംപ്രമൈസ് ചെയ്ത് പോകാതെ ആ യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുക. അതിനകത്ത് രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ദൈവമാണ് ഇവിടെ മുൻകൈ എടുക്കുക. ദൈവത്തിന്റെ ഗുഡ്നെസ് നിമിത്തം, ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് നിമിത്തം. ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, there are load of other examples in the Bible. നിനവയിലേക്ക് യോനയെ അയക്കുന്നത് നിനവയുടെ ദുഷ്ടത വലുതായി. എന്നാൽ അവര് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല യോനയെ അങ്ങോട്ട് അയക്കുന്നത്. ഗോഡ് ടേക്സ് റെസ്പോൺസിബിലിറ്റി. ദൈവം തന്നെ ഉത്തരവാദിത്തം എടുത്ത് തന്റെ സ്നേഹത്തില് തന്റെ കമ്മിറ്റ്മെന്റില് ആ രാഷ്ട്രത്തിന് വേണ്ടി യോനയെ ദൈവം അയക്കുക. യോന പോയ വഴി യോന മാറിപ്പോയിട്ടും യോനയെ പിന്തുടർന്ന് നിനവയ്ക്ക് മുമ്പ് യോനയെ മാനസാന്തരപ്പെടുത്തി ആ നിനവയിലേക്ക് തന്നെ യോനയെ അയക്കുകയും നിനവയെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുകയും ചെയ്ത. ഗോഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ഗോഡ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. അബ്രഹാമിനെ വിളിക്കുന്ന ഭാഗത്ത് ലോകത്തിന് മുഴുവൻ ബ്ലെസ്സിങ് തരാൻ വേണ്ടി അബ്രഹാമിനെ മെസ്സപ്പൊത്തോമിയിൽ നിന്ന് ദൈവം പോയി കണ്ടെടുത്തത് അബ്രഹാമിനെ. ഇറ്റ് വാസ് നോട്ട് അബ്രഹാംസ് പ്രോഗ്രാം ബട്ട് ഗോഡ്സ് പ്രോഗ്രാം. God take the first step. അവരെ വിടുവിക്കാൻ, ലോകത്തെ മുഴുവൻ ബ്ലസ് ചെയ്യാൻ.
ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. ഫസ്റ്റ് സാമുവേൽ 15-16 നമ്മൾ വായിക്കുന്നതിനറിയാമോ? ശൗലിനെ നിമിത്തം ദുഃഖിക്കുന്ന ഒരു ശമൂവേലിനോട് ദൈവം പറയാ, നീ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടണം. ഇഷായിയുടെ ബേത്ലഹേമിനായ ഇഷായിയുടെ ഭവനത്തിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടു. ഗോഡ് ടേക്ക് ഇനിഷ്യേറ്റീവ്. ഇറ്റ്സ് നോട്ട് സാമുവൽസ് പ്രോഗ്രാം. ഗോഡ് ഫൈൻഡ്സ് ഡേവിഡ്. ദൈവമാണ് ദാവീദിനെ കണ്ടെത്തുന്നത്. ബൈബിളിലെ കോൾ നാരേറ്റീവ്സ് ഉണ്ട്. മോശ വിളിക്കുക, അല്ലെങ്കിൽ മറ്റു പല കോൾ നാരേറ്റീവ്. ഇവിടെയൊക്കെ ഗോഡ് ടേക്സ് ഇനിഷ്യേറ്റീവ്. ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലും നമ്മൾ കർത്താവിനെ അറിയുവാനിടയായ സാഹചര്യങ്ങളിലും നമ്മളെക്കാൾ മുമ്പ് സ്റ്റെപ്പ് വെച്ചത് ദൈവമാ സ്റ്റെപ്പ് വെച്ചത്. God came in search of us, not that we searched and found God. കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ ഫലം കായ്ക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിട്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുവിൽ ദൈവം തെരഞ്ഞെടുക്കുവാനിടയിൽ. ഗോഡ് ടേക്ക് ദ ഫസ്റ്റ്. അത് ദൈവത്തിന്റെ സ്വഭാവം നിമിത്തം, ദൈവത്തിന്റെ സ്നേഹം നിമിത്തം, ദൈവത്തിന്റെ ആർദ്ര നിമിത്തം. ഇവിടെ നോക്കിയേ, ഈ ഫെലിസ്ത്യരുമായിട്ട് ഇവർ കോംപ്രമൈസ് ചെയ്യുന്നവർ പോകുന്ന ഒരു കാലത്ത് പ്രാർത്ഥിക്കാനോ നിലവിളിക്കാനോ ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതെല്ലാം കോംപ്രമൈസ് ആയിട്ട് അവരെല്ലാം പറയുന്നു, ഫെലിസ്ത്യരാ നമ്മളെ വാഴുന്നത്. അങ്ങനെ ഒരു കാലത്ത് ജനത്തെ ഉപേക്ഷിച്ച് കളയാൻ മനസ്സില്ലാതെ അവരുടെ ഇടയിൽ നിന്ന് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കാൻ തന്റെ ദൂതനെ അവരുടെ മധ്യത്തിലേക്ക് അയക്കുന്ന ഒരു നല്ല കർത്താവിനെ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഒന്ന്. രണ്ട് നോക്കി, ഞാൻ 13 വാക്യത്തിൽ, എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റോറിയാണ്. അവിടെ അവന് മനോഹ എന്ന പേര്. അവന്റെ ഭാര്യ മച്ചിയായിരുന്നു, പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കല്ല്, അശുദ്ധമായതൊന്നും തിന്നരുത്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കല്ല്. ബാലൻ ഗർഭം മുതൽ യഹോവയ്ക്ക് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ. ഗോഡ് ഇനിഷ്യേറ്റ്. അത് മാത്രമല്ല, ഇവിടെ നാം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ദാൻ ഗോത്രത്തിലേക്ക്, പ്രമുഖമായ ഗോത്രങ്ങളിലേക്കൊന്നുമല്ല, യഹൂദയിലേക്കോ ബെഞ്ചമിനിലേക്കോ ഒന്നുമല്ല, ദാൻ ഗോത്രത്തിലേക്ക്, ആ ചെറിയ ഗോത്രത്തിലേക്ക്, അത് മനോഹ എന്ന് പേരുള്ള ഒരു മനോഹയുടെ കൊച്ചു വീട്ടിലേക്ക്. മനോഹയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ദ വൈഫ് വാസ് ബാരൻ ആയ ഒരു സിറ്റുവേഷനിൽ ഭാവിയിലേക്ക് ഒരു ശക്തനായ ന്യായാധിപനെ ദൈവം തിരയുക. എന്നാല് അങ്ങനെ ഒരു സാധ്യതയില്ലാത്ത ഒരു വീട്ടിലേക്കാണ് ദൈവം ദൂതനെ അയക്കുന്നത്. സ്വരാധ്യനായ മനോഹയുടെ വീട്ടിലേക്ക്. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ ഭാര്യ ബാരനായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു കേഴ്സായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു മച്ചിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഷീസ് നെയ്മഡ് ആസ് ദ വൈഫ് ഓഫ് മനോഹ. മനോഹയുടെ വീട്ടിൽ, മനോഹയുടെ അടുത്തേക്കല്ല, ഭാര്യയുടെ അടുത്തേക്കാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മനോഹ ആണ് പ്രോമിനന്റ് ക്യാരക്ടർ. അല്ല, ഈ ചാപ്റ്ററിൽ പ്രോമിനന്റ് ക്യാരക്ടർ ദ വൈഫ് ഓഫ് മനോഹയാണ്. The angel came to the wife of Manoha. എന്നിട്ട് നോക്കിയേ, ഞാനിങ്ങനെ ചിന്തിക്കാം, വളരെ അൺലൈക്ലി ആയ സെലക്ഷൻ. അൺലൈക്ലി. ഞാൻ വിചാരിക്കാം, ദൈവം വലിയ പ്രോജക്റ്റ് ഒക്കെ ആരംഭിക്കുമ്പോൾ, ദൈവത്തിന്റെ വലിയ ബിഗ് പ്രോജക്റ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ, വളരെ പ്രോമിസിംഗ് ആയ കാൻഡിഡേറ്റിനെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. വളരെ അൺപ്രോമിസിംഗ് ആയ കാൻഡിഡേറ്റിനെയാണ്. സാധ്യതകളൊന്നും ഇല്ലാത്ത സ്ഥലത്താ യൂഷ്വലി ഗോഡ് ബിഗിൻസ് ഹിസ് വർക്ക്. ഇതിവിടെ മാത്രമല്ല, ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് ഏബ്രഹാം ആൻഡ് സാറ. ലോകത്തിന് മുഴുവൻ ബ്ലെസ്സിംഗ് കൊടുക്കാൻ വേണ്ടിയുള്ള തന്റെ മഹത്തായ ബ്രില്യൻ, നൂറ്റാണ്ടുകൾ നിൽക്കുന്ന ബ്രില്യൻ പ്രോജക്റ്റ് ദൈവം ആരംഭിക്കുന്നത് യാതൊരു സാധ്യതയില്ലാത്ത സാറായുടെ വീട്ടിലാണ്. വളരെ പ്രായം ചെന്ന, മാനുഷികമായി there is no possibility at all. അങ്ങനെ ഒരു വീട്ടിലാണ് ദൈവം തന്റെ വലിയ പ്രോജക്റ്റിന് ആരംഭം കുറിക്കുന്നത്. ഞാൻ എലിസബത്തിന്റെയും സഖറിയാവിന്റെയും സ്റ്റോറി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഒരു ഫോർറണ്ണർ, ഒരു മുന്നോടിയായി, സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്നതിൽ വലിയ ഒരു പ്രവാചകനെ മശിഹായ്ക്ക് മുന്നോടിയായി വഴിയൊരുക്കാൻ ലോകത്തിലേക്ക് അയക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ തന്റെ ദൂതനെ ഗബ്രിയേലിനെ അയച്ചത്
ഈ പറയുന്നത് പോലെയുള്ള മനോഹയുടെ വീട് പോലെയുള്ള ഒരു വീട്ടിലേക്കാണ്, ഒരു പ്രായം ചെന്ന എലിസബത്തിന്റെയും സെഗറിയാവിന്റെ വീട്ടിലേക്കാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ദൈവത്തിന്റെ പ്രോഗ്രാമിന് വളരെ അൺലൈക്ലി ആയ, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുക, ഈ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയുടെ പ്രവർത്തനങ്ങളാണ്. ഗോഡ്സ് ഗ്രേസ് ഈസ് വർക്കിംഗ്. ദൈവത്തിന്റെ കൃപയായി ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്. വളരെ പൊട്ടൻഷ്യലായുള്ള സ്ഥലങ്ങളിലല്ല, വളരെ ഫീബിളായ, വളരെ സ്മോളായ സാഹചര്യങ്ങളുടെ നടുവിൽ, ചെറിയ സാഹചര്യങ്ങളുടെ നടുവിൽ, എന്നാൽ തന്റെ വലിയ ബിഗ് പ്രോജക്ട്സിന് വേണ്ടി ചെറിയ മനോഹയുടെ വീട്ടിലേക്ക് തന്റെ ദൂതനെ അയക്കുന്ന ഒരു ദൈവത്തെയാണ്. നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട് പുറപ്പാട് 2-ാം അധ്യായത്തിൽ മോശയുടെ കൊച്ചു ബാസ്കറ്റ്, ദ സ്മോൾ ഫീബിൾ ബാസ്കറ്റിലാണ് അവിടുന്ന് ഒരു എക്സോഡസിന്റെ സ്റ്റോറി ദൈവം റൈറ്റ് ചെയ്യുന്നത് ആ കൊച്ചു ബാസ്കറ്റിനകത്ത് നിന്നാണ്. അന്ന് ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ പറഞ്ഞായിരുന്നു, ആ ബാസ്കറ്റിനകത്ത് നിന്നും ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ദൈവം ഒരു റോഡ് വെട്ടി. ദൈവത്തെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. God made a road to the Pharaoh's house. മറ്റൊരു ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, 1 ശമൂവേൽ 16-ാം അധ്യായത്തില് വീട്ടിൽ വലിയ ഉണർവ് യോഗം നടക്കുമ്പോൾ അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത 8ാമനായ ഒരാളായിരുന്നു ദാവീദ്. ഹി വാസ് നോട്ട് ഈവൻ ഇൻവൈറ്റഡ്. ഒരു വലിയ പ്രോഫറ്റ് വന്ന്, വലിയ ബിഗ് ക്രൂസൈഡ് ഈസ് ഹാപ്പനിങ് ഇൻ ജെസ്സിയുടെ വീട്ടിലും ഇത് നടക്കുമ്പോഴൊന്നും വിളിക്കണമെന്ന് അപ്പന് പോലും തോന്നാത്ത വ്യക്തിയായിരുന്നു ദാവീദ്. പക്ഷേ എൻ്റെ പ്രോഗ്രാമിന് ദാവീദ് വരുന്നിടം വരെ പോസ് ചെയ്തിട്ട് അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ ഇരിക്കത്തില്ലെന്ന് പറയുമ്പോൾ, സ്മോളായ ഒരു ദാവീദിനെ, ചെറിയ ഒരു ദാവീദിനെ തന്റെ വലിയ പ്രോജക്റ്റിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ മാസ്റ്റർ ബ്രില്യൻ പ്ലാനിനെ ഈ മനോഹയുടെ വീട്ടിലേക്ക് ദൂതനെ അയക്കുന്നതിലൂടെ ഞാൻ വെളിവാക്കുക. നമ്മുടെ സ്റ്റോറി വ്യത്യാസമൊന്നും അല്ല പാസ്റ്ററെ. കാരണം 1 കൊരിന്ത്യർ 1:26 പറയുന്നുണ്ട്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു, കുലഹീനമായതിന്, ഏതുമില്ലാത്തതിനെയൊക്കെ തന്റെ വലിയ ആ കിങ്ഡത്തിന്റെ പ്രോജക്റ്റിലേക്ക് ഓരോ കല്ലുകളാക്കി വെക്കുവാൻ ദൈവം വലിയ ടാറ്റയുടെയോ ബിർളയുടെയോ വലിയ ബിസിനസ് വീടുകളിലേക്കൊന്നുമല്ല, സാധാരണ സ്ട്രീറ്റിൽ സാധാരണ സാഹചര്യങ്ങളുള്ള ഏറ്റവും ചെറിയവരായ കുറച്ച് ആളുകളെ വിളിച്ച് കഴുകി വെടിപ്പാക്കി അവരെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രോഗ്രാമിനെ നമ്മൾ ഈ ഭാഗത്ത് കാണുക. അമേസിംഗ് അറ്റ് ഗോഡ്സ് എലക്ഷൻ. ദൈവത്തിന്റെ എലക്ഷൻ ദൈവത്തിന്റെ കൃപയുടെ എലക്ഷനാണ്. സ്മോൾ ബട്ട് ദൈവം ബിഗ് ആയതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ ബിഗ് ആയതുകൊണ്ട്, ദൈവത്തിന്റെ കരം ബിഗ് ആയതുകൊണ്ട്, God is electing unlikely candidates for his purpose. ഇന്ന് രാത്രിയിലും ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാനുള്ള കാരണം, നമ്മളെ പോലെ ചെറിയവരായ കുറച്ച് ആളുകളെ സകല ബലഹീനതകളെ മനസ്സിലാക്കിയിട്ടും കർത്താവിന്റെ മാസ്റ്റർ ബില്യൻ പ്രോഗ്രാമിലേക്ക് ദൈവം നമ്മളെ കൂടെ ഉൾക്കൊള്ളിക്കുവാനാണ്. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ ഒരു സ്തോത്രം ചെയ്യാം. മനോഹയുടെ വീട് പോലെ ഒരു കൊച്ചു വീട്. ഞങ്ങളുടെ വീട് മനോഹയുടെ വീട് പോലെ ആയിരുന്നു. ഞങ്ങളുടെ വീട് അബ്രഹാമിന്റെ വീട് പോലെ ആയിരുന്നു. ഞങ്ങളുടെ വീട് സെഖര്യാവിന്റെ വീട് പോലെ ആയിരുന്നു. വി ആർ സ്റ്റിൽ സ്മോൾ ബട്ട് ഗോഡ് elected us out of grace. തന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ തരുന്നു. നോക്കി, ഞാൻ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ഒരു ചാപ്റ്ററോട് മുന്നോട്ട് മറിക്കുക. അതിന്റെ 15-ാമത്തെ ചാപ്റ്ററിന്റെ ഒരു വാക്യത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക. 15-ാമത്തെ ചാപ്റ്ററിന്റെ നോക്കി, അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളില് 15-ാമത്തെ ചാപ്റ്റർ താഴോട്ട് വായിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, 14 മുതലുള്ള വാക്യങ്ങളാണ്. ഈ ദാവീദ് ഫെലിസ്തീനെ ശിംശോനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വന്ന ശിംശോൻ ഒരു യഹൂദയിൽ ഒരു ഗുഹയുടെ പുറമെ ഒളിച്ചിരുന്നപ്പോൾ യഹൂദയിലെ ആളുകൾ ഒന്ന് പിടിച്ചു കിട്ടി. അത് ശിംശോൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്നെ കൊല്ലരുത് പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ നിന്നെ കൊല്ലത്തില്ല. 2 കയറുകൊണ്ടൊക്കെ കെട്ടി അവനെ ലേഹിയിൽ, ഫെലിസ്തീനയുടെ ദേശത്ത് ലേഹിയിൽ കൊണ്ടുപോയി. ലേഹിയിൽ ഈ ശിംശോനെ കണ്ടപ്പോ ഇവരെല്ലാം ആർത്തു. നോക്കി, എന്നാൽ ആ സമയത്ത് എഴുതിക്കുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. നോക്കി, അവിടെ എഴുതിക്കുന്നത് അങ്ങനെയാണ്. അവന്റെ അരയ്ക്ക് കെട്ടിയിരുന്ന കയറെല്ലാം തീ കൊണ്ട് കരിഞ്ഞ ചണൽ പോലെയായി, അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ ദ്രവിച്ചു പോയി. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? The spirit of God powerfully rushed into the life of Samson. സാംസന്റെ മേലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഒഴുകിയെത്തിയപ്പോൾ അവിടെ നോക്കി, അവന്റെ ബന്ധനങ്ങളെല്ലാം ദ്രവിച്ചു പോയി. അത് അടുത്ത വാങ്ങിയ അവനൊരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു. നോക്കി, അവിടെ ആ പച്ചത്താടിയല് കണ്ട് അതെടുത്തു. നോക്കണമേ, ഒരു ഹ്യൂജ് ആർമി അപ്പുറത്ത് നിൽക്കുന്നത്.
ഫിലിസ്റ്റീൻസിന്റെ ഹ്യൂജ് ആർമി. ഈ മനുഷ്യന്റെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം അന്നേരം വ്യാപരിക്കുക. ദൈവത്തിന്റെ സ്പെഷ്യൽ സെലക്റ്റഡ് ആയ മനുഷ്യനാണ്. അപ്പൊ നോക്കണം, അസാധാരണമായ ഒരു അഭിഷേകം വ്യാപരിക്കുക. എന്നാൽ കയ്യിലുള്ളത് വാളോ കുന്തമോ പരിചയോ ഒരു സാങ്കേതിക വിദ്യ അല്ല. അവിടെ എവിടെയോ കിടന്ന ഒരു പച്ചത്താടിയൽ അദ്ദേഹം കണ്ടു, അതിങ്ങെടുത്തു. That's a very unlikely small thing in the hands of Samson. വളരെ ചെറിയ ഒരു പച്ചത്താടിയല്. ഒരു വലിയ സൈന്യത്തിന് പച്ചത്താടിയല്ലോട് എന്ത് ചെയ്യാനാ? പക്ഷെ അവിടെ എഴുതിക്കുന്ന അങ്ങനെയല്ല. കഴുതയുടെ താടിയല്ലുകൊണ്ട് കുന്ന് 1, 2, കഴുതയുടെ താടിയല്ലുകൊണ്ട് ഞാൻ 1000 പേരെ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ദൈവം ഉപയോഗിക്കുമ്പോൾ, ദൈവകൃപ വർക്ക് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ പരിമിതികളെല്ലാം അപ്രത്യക്ഷമാകുക. മനുഷ്യന്റെ സ്മോൾനെസിന്റെ നടുവില് പച്ചത്താടിയല് കൊണ്ടൊക്കെ മഹാജയം നൽകുവാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാരം നമ്മൾ ഈ ഭാഗത്ത് കാണുക. ഈവൻ ദ സ്മോൾ തിങ്. നമ്മുടെ സംവിധാനങ്ങൾ മുഴുവനും ദൈവത്തിന് വേണമെന്നില്ല. നമ്മുടെ കമ്മിറ്റിയുടെ മുഴുവൻ സ്ട്രെങ്ത് വേണമെന്നില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വലുതായാലും ദൈവം പ്രവർത്തിക്കണമെന്നില്ല. ഇനി ഒന്നും ഇല്ലെങ്കിലും ഇതെല്ലാം ഉള്ളതിന് സ്തോത്രം ചെയ്യുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ നടുവിലും ഒക്കെ നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മുടെ ലിമിറ്റഡ് ആയ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഈ പാസേജെല്ലാം നമ്മൾ ശക്തമായ ഉച്ചത്തിൽ വിളിച്ചു പറയാം. ഒരു നിമിഷം പറയാം, അടിയന്റെ കയ്യാൽ നീ ഒരു മഹാജയം നൽകിയല്ലോ, നീ മഹാജയം. ഇവിടെ തന്നെയാണ് നമ്മൾ ഗിദെയോന്റെ സ്റ്റോറിയിൽ വായിക്കുന്നത്. 32,000 ആളുകളായിട്ട് പോകുന്നു. കഥ പറഞ്ഞ് ഇതെല്ലാം അധികമായി, ഇത്രയും പേരൊന്നും വേണ്ട. ലോകത്തിൽ ആദ്യമായിട്ടാ യുദ്ധം ചെയ്യാൻ പോകുന്ന സൈന്യത്തെ കുറച്ചുപേരെ പിരിച്ചുവിടുന്നത്. അതിനകത്ത് 20,000 പേരെ പിരിച്ചുവിട്ടു. എന്നിട്ട് ബാക്കിയുള്ള ശേഷിച്ച് കഥ പറഞ്ഞ് ഇത്രയും വേണ്ട. അവസാനം 300 പേരെ. എനിക്ക് തോന്നുന്നത് ലീഡറായ ഗിദെയോൻ പോലും പേടിച്ചു പോയി കാണും. പക്ഷെ ഗോഡ് ന്യൂ വാട്ട് ഹി വാസ് ഗോയിങ് ടു ഡു. അവര് കൊണ്ടുപോയത് മിസൈലോ AK-47 അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇരുന്നിരിക്കുന്ന സംവിധാനങ്ങളൊന്നുമല്ല. അവരുടെ ഇരുന്ന കുന്തവും ഒരു കോടവും കാഹളവും ഒക്കെയാ. എൻറ്റയർലി ഡിഫറെന്റ് തിങ്. അത് യുദ്ധത്തിനൊന്നും വലിയ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. ബട്ട് ദാറ്റ് വാസ് ഇനഫ് ഫോർ ഗോഡ്. ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കപ്പെട്ട ഒരു 300 പേരും ഒരു കൊടവും പന്തവും ഒക്കെയാണ്. ദിറ്റ് വാസ് മോർ ദാൻ ഇനഫ്. ദിസ് പാസേജ് ഈസ് പവർഫുള്ളി സ്പീക്കിംഗ് ടു us that ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ ബലഹീനതകളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ അതെല്ലാം ബലമായി തീരുവാനിടയായി തീരും. നമ്മുടെ ലിമിറ്റഡ്നെസ്, നമ്മുടെ സ്മോൾനെസ്, ഇതെല്ലാം ദൈവകൃപയില് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ 2 കൊരിന്ത്യർ 12 പൗലോസ് പറഞ്ഞു, എന്റെ ബലഹീനത ഒന്ന് മാറ്റണം, എന്റെ ലിമിറ്റേഷൻ ഒന്ന് മാറ്റണം. പക്ഷെ കർത്താവ് പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി പൗലോസേ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന് പറഞ്ഞതിന്റെ കാരണം. അതുകൊണ്ട് തിമോഥെയോസിനോട് പിന്നീട് പൗലോസ് പറയാ, എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നിന്റെ സകല ലിമിറ്റേഷന് നടുവിലും വാട്ട് ഈസ് ആക്ച്വലി നീഡ് ഈസ് ഗോഡ്സ് ഗ്രേസ് ഇൻ യുവർ ലൈഫ്. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമ്പോൾ സകല ലിമിറ്റേഷനിലും ദൈവം അത്ഭുതകരമായി നമ്മളെ ഉപയോഗിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയായി. ഞാൻ ചാപ്റ്റർ 13 വീണ്ടും തിരിച്ചു വരികയാണ്. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, ആ സ്ത്രീയോട് കർത്താവിന്റെ ദൂതൻ പറയുന്നത് എങ്ങനെ അറിയാമോ? യു മസ്റ്റ് ബി വെരി കെയർഫുൾ. കാരണം വലിയൊരു പ്രോജക്റ്റ് നിന്നെ ഏൽപ്പിക്കാൻ പോവാ. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ടേൺ മനോഹയുടെ കുടുംബത്തെ സംഭവിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ടേൺ, അവര് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ടേൺ. യു ഡു ദിസ് തിങ്. നീ അത് സൂക്ഷിക്കണം. അതാണ് നമ്പർ 1. വീഞ്ഞും മദ്യവും കുടിക്കല്, അശുദ്ധമായതൊന്നും തിന്നരുത്. അവന്റെ തലയ്ക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ക്ഷൗരൊക്കെ തൊടിക്കല്. ബാലൻ ഗർഭം മുതൽ യഹോവയ്ക്ക് കമ്മിറ്റഡ് നാസീറായിരിക്കും. നമ്പേഴ്സ് 6 അതേക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ ആയിരിക്കണം. ഇറ്റ്സ് ടോട്ടലി കമ്മിറ്റഡ്. അവന്റെ തലയിൽ ക്ഷൗരൊക്കെ തൊടിക്കല്. പക്ഷെ ഈ സ്ത്രീയോട് കർത്താവ് പറയാ, നീയും സൂക്ഷിക്കണം, നീ അശുദ്ധമായത് തൊടല്. നോക്കിയേ, 3 times that is repeated in this chapter. ഇനി നോക്കിയേ, അതിന്റെ ആ സ്ത്രീ അതിനുശേഷം അതിനുശേഷം അതിന്റെ 4, 5, 6 വാക്യത്തിൽ സ്ത്രീ എന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്നെ ദൂതനാന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. ഞാൻ ഭാഗത്തേക്ക് വരുന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാനോട് ചോദിച്ചില്ല, അവന്റെ പേരും ചോദിച്ചില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായും തിന്നരുത്, ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസിറായിരിക്കും എന്ന് പറഞ്ഞു മനോഹ. അങ്ങനെ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് മനോഹ പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം കൂടെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചു. മനോഹയുടെ പ്രാർത്ഥന ദൈവം അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഗോഡ് സെൻഡ് ഹിസ് ഏഞ്ചൽ അഗെയിൻ. നോക്കി, അവിടെ പിന്നെയും
അവിടെ വന്നിട്ട് പറയുന്നു, അതിന്റെ 15, 12, 13 വാക്യത്തിലൊക്കെ, 14 വാക്യത്തിൽ അഗൈൻ റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. അപ്പൊ നോക്കണം, ഒരു ചാപ്റ്ററിൽ തന്നെ 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് ഈ ചാപ്റ്റർ നമ്മളോട് പറയാം, ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടന്റ്. ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ. രാഷ്ട്രം മുഴുവൻ കോംപ്രമൈസ് ചെയ്ത ഒരു കാലത്ത് ഈ മനോഹയുടെ കുടുംബത്തിൽ യു മസ്റ്റ് ബി സെപ്പറേറ്റ്, യു മസ്റ്റ് ബി ഡിഫറെന്റ്, യു മസ്റ്റ് ബി കമ്മിറ്റഡ്, യു മസ്റ്റ് ക്യാരി ദ ക്രോസ് ആൻഡ് ഫോളോ ജീസസ്. ഞാൻ ആ ന്യൂ ടെസ്റ്റ്മെന്റ് ടേംസിലേക്ക് വരിക. യു മസ്റ്റ് ബി ഡിസിപ്ലിൻ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, we need to be committed to God. We need to be separate. മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടന്റ്. യു ആർ സെപ്പറേറ്റിംഗ് yourself to God. ദൈവത്തിന് വേണ്ടി വിളിക്കുന്നത് യു മസ്റ്റ് ബി ഹോളി. ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ സമയത്തിന് പരിമിതി ഉണ്ടെങ്കിലും 1 തിമോത്തിയോസിന്റെ ലേഖനം 6 നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 1 തിമോത്തിയോസ് 6 അതിന്റെ പൗലോസ് തിമോത്തിയോസ് പ്രബോധിക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാത്ത അന്യത ഉപദേശിക്കുന്നവർ അതിന് താട്ടൊരു അസൂയ, ശണ്ട, ദുശംശയം, ദുർബുദ്ധികൾ, അത്യാഗ്രഹങ്ങൾ, മനുഷ്യരുടെ വ്യർത്ഥവാക്കുകൾ എല്ലാം ലോട്ട് ഓഫ് ലിസ്റ്റിംഗ്. എന്നിട്ട് പറയാം, നീ ഇതെല്ലാം വിട്ടോടണം തിമോത്തിയോസേ. ഇതെല്ലാം നീയോ ദൈവത്തിന്റെ മനുഷ്യനാ. യു ആർ ഫോർ ഗോഡ്. ദൈവമാണ് നിന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ ഏതോ ഒരു 3-4 മെറ്റിക്ക് മുമ്പ് അതോട് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ. What is that? തിമോത്തിയോസ്, you be different. You need to be different for God. ദൈവത്തിന്റെ വേല ചെയ്യാൻ, ദൈവത്തിന്റെ സഭയിൽ അംഗമാകാൻ, കർത്താവിന്റെ വചനം ചുമക്കാൻ, യേശുവിന്റെ സുവിശേഷം സാക്ഷ്യം വഹിപ്പാൻ, your pot must be holy. Your life must be holy. അജ്ഞാനകാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ, കമ്മിറ്റ്മെന്റോടെ, ഇത് കർത്താവ് പറഞ്ഞ്, യു മസ്റ്റ് ക്യാരി യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. there must be a discipline, there must be a commitment. മനോഹയുടെ ഭാര്യയോട് പറയാം, യു മസ്റ്റ് ബി കെയർഫുൾ. and you must be careful in the life of Samson also, because he is separated for God. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ട ഒരു ശിശുവാണ്. അതുകൊണ്ട് യു മസ്റ്റ് ബി കെയർഫുൾ. നിന്റെ ജീവിതത്തിലും ഈ പയ്യന്റെ ജീവിതത്തിലും യു മസ്റ്റ് ബി കെയർഫുൾ. സോ ഗോഡ് സെപ്പറേറ്റിംഗ് മനോഹസ് ഫാമിലി ഫോർ ഗോഡ്. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി. ഞാൻ വിചാരിക്കുക, വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ റിജോയ്സിൽ നമ്മളെ കർത്താവ് വിളിച്ചു പറഞ്ഞിരിക്കുക, ടു സ്റ്റാൻഡ് സെപ്പറേറ്റ് ഫോർ ഗോഡ്. ആ സാഹചര്യങ്ങളുടെ നടുവിൽ, മ്ലേച്ഛതയുള്ള ഒരു തലമുറയുടെ നടുവിൽ, വക്രതയുള്ള തലമുറയുടെ നടുവിൽ, മരണം വാഴുന്ന ഒരു തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടേണ്ടതിന് ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധിയുള്ള ഒരു ജനമായി ദൈവത്തിന് സന്നിധി നിൽപ്പാൻ the Lord has elected us for God. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നിരിക്കുന്നത്. രാത്രിയില് നമുക്ക് ദൈവത്തിനെ നമ്മളെ തന്നെ താഴ്ത്താം. കർത്താവെ, ഈ വലിയ കോളിനായി, ഈ വലിയ സെപ്പറേഷനായിട്ട് ഞങ്ങൾ കർത്താവിന്റെ സ്തോത്രം പറയുന്നു. നോക്കി, ഇനി ഇവിടെ ഞാൻ ആ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരിക വേഗത്തിൽ. നോക്കി, ഇവിടെ ഒരു പ്രോഗ്രസീവായ റെവലേഷനായി ചാപ്റ്റർ നോക്കണം. ആദ്യം ഈ മനോഹയുടെ വീട്ടിൽ വന്ന ഈ ഏഞ്ചലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്നറിയോ, ഒരു ദൈവത്തിന്റെ പുരുഷൻ, എ മാൻ ഓഫ് ഗോഡ്. അവർ വിചാരിച്ച എവിടെയോ ഉള്ള ഒരു പ്രവാചകൻ, ഏതോ ഒരു പ്രവാചകൻ ഒരു ദൂത് പറയാൻ വേണ്ടി വന്നെന്ന്. അങ്ങനെ തന്നെ അവർ ചിന്തിക്കുന്നത്. അവന്റെ ആകൃതി ദൈവദൂതന്റെ ആകൃതി പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ എ മാൻ ഓഫ് ഗോഡ് കെയിം. അതിനുശേഷം നമ്മൾ താഴ്ത്തു പോഴുമ്പോഴത്തേക്ക് മനോഹ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദൈവദാസനെ, ആ മാൻ ഓഫ് ഗോഡിനെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ഗോഡ് heard the prayer of Manoha. നോക്കി, എന്റെ 8, 9, 10 വാക്യങ്ങളിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെ കാണുന്ന മനോഹയുടെ പ്രാർത്ഥന കേട്ട്, രണ്ടാമത് ദൂതൻ വരുന്നത് മനോഹയുടെ അടുക്കലേക്കല്ല, ആ സ്ത്രീ വയലിലിരിക്കുമ്പോൾ the second time also the angel appears to that particular woman. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്റർ ഇറ്റ്സ് നോട്ട് ഫുൾ സ്റ്റാർട്ടഡ് വിത്ത് മനോഹാസ് നെയിം, ബട്ട് ഇതിനകത്ത് മേജർ ലീഡിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് മനോഹയുടെ വൈഫാണ്. രണ്ടാമതും വരുന്നു. മനോഹയുടെ വൈഫ് ഓടിപ്പോയി മനോഹയെ വിളിച്ചോണ്ട് വരിക. മനോഹ ഒന്ന് ചോദിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ആള് നീ തന്നെയാണോ? ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു.
നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ പാലിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താ ആചരിക്കണമെന്ന് ചോദിച്ചതിന് യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ, എന്നിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കാര്യം. എന്നിട്ട് താട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് മനോഹ പറയാ, മനോഹ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യുന്നത് വരെ നീ താമസിക്കണം. അവർ വിചാരിക്കുന്ന ഒരു ഹ്യൂമൻ ഏജന്റ് ആണെന്ന് തന്നെ വിചാരിക്കുന്നു, ഒരു കോലാട്ടിൻ കുട്ടിയെ പാകം ചെയ്യുന്നിടം വരെ. എന്നാല് ദൂതൻ മനോഹയോട് പറയാ, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുന്നെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുക, മനോഹ ഡിഡ് നോട്ട് നോ ദിസ് വാസ് ആൻ ഏഞ്ചൽ. മനോഹ വിചാരിച്ചത് ഇതൊരു മാൻ ഓഫ് ഗോഡ്, ഒരു പ്രവാചകൻ വന്നൊരു ദൂത് അറിയിച്ചെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഏഞ്ചൽ ഇസ് ഡിസ്കറേജിങ് ഒരു ഭക്ഷണം കഴിക്കാനോ താമസിക്കാനോ. ഈ ഒരു ഹോമയാഗം കഴിക്കുന്നെങ്കിൽ ദൈവത്തിന് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ തിരിച്ചറിയുന്ന എപ്പോഴാണെന്നറിയാമോ? പേര് ചോദിക്കുന്നുണ്ട് മനോഹ. പേര് ചോദിക്കുമ്പോഴത്തേക്ക് ഏഞ്ചൽ പറയുന്നത്, നീ എന്റെ പേര് ചോദിക്കുന്നത് അതിശയമുള്ളതാണ് എന്നാ വന്നത്. ലി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ദൈവം ചെയ്യുന്ന ഈ അത്ഭുതകരമായ അടയാളങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്തുകൊണ്ടാണ് അത്? ഇതൊരു പക്ഷേ somebody is more than an angel. ഒരു ഏഞ്ചലിനേക്കാളും നമുക്കൊരു ആധിപത്യം അവന്റെ തോളിലേക്ക്, അവൻ അത്ഭുത മന്ത്രി, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഹീബ്രു വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇവർക്ക് ഉറപ്പിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഇവർ ഹോമയാഗം കഴിക്കുമ്പോൾ ഈ ഏഞ്ചൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അതിങ്ങനെയാണ്, ഹോമയാഗത്തിന്റെ തീ ആകാശത്തേക്ക് പൊങ്ങിയപ്പോൾ ഈ ഏഞ്ചല് വന്ന ദൂതൻ ഈ തീയോടുകൂടെ കയറിപ്പോകുന്ന ഒരു അത്ഭുതം മനോഹയും കുടുംബം കണ്ടപ്പോഴാണ്, ഒരു ഹ്യൂമൻ പ്രോഫറ്റ് കാനോട്ട് ഡു ദാറ്റ്. തീക്കകത്തോടെ കയറി മേളിലേക്ക് അസെൻഡ് ചെയ്യാൻ ഒരു മാനുഷിക പ്രവാചകന് കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ എഴുതുന്നുണ്ടോ, യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ യാഗം ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള തെളിവാണ്. മറ്റേത് ഈ ഐഡന്റിറ്റി അവിടെ വെളിവാകുക. അപ്പൊ ദൈവം നോക്കി, ദൈവത്തിന്റെ ദൂതനെ പിന്നെ പ്രത്യക്ഷപ്പെട്ട, അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിയുന്ന ഇവിടെ പ്രോഗ്രസീവ് ആണ് ഈ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ വായിച്ച് ചിന്തിച്ചു, നമ്മുടെ രക്ഷയും ദൈവം ഇനീഷ്യേറ്റ് ചെയ്ത രക്ഷയാണ്. നമ്മുടെ രക്ഷയും ഞാൻ രണ്ടാമത് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയാലുള്ള രക്ഷയാണ്. മൂന്ന്, നമ്മുടെ രക്ഷയിലും നാം വി മസ്റ്റ് ബി സെപ്പറേറ്റ് ഫോർ ഗോഡ്, വിശുദ്ധിയോടെ ജീവിക്കണം. നാല്, നമ്മുടെ രക്ഷയിൽ ഒരു പ്രോഗ്രസീവായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് നാം കർത്താവിനെ അറിഞ്ഞു, എന്നാൽ ഓരോ മീറ്റിങ്ങുകളിലൂടെയും നമ്മൾ യേശു കർത്താവിനെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുകയാണ്. ഓരോ പാസ്റ്റർ വന്ന് പ്രസംഗിക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ വീണ്ടും അറിയുക. എ ലോങ് ജേർണി, പ്രോഗ്രസിങ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ റിജോയ്സ്. സഭയിലുള്ള ആളുകൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും, പഴയ നിയമത്തിലുള്ള പ്രസംഗമാണെങ്കിലും പുതിയ നിയമത്തിലുള്ള മെസ്സേജ് ആണെങ്കിലും, വി ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ പേഴ്സണലി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളുടെ നടുവിൽ, ദൈവം ചെയ്യുന്ന കരുണയുടെ നടുവിൽ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിന്റെ നടുവിൽ, മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ അനുദിനം വളരുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്റർ പോലെ നമ്മുടെ രക്ഷയുടെ പ്രോഗ്രഷനാണ്. നോക്കണേ, നമ്മൾ കർത്താവിനെ കുറിച്ച് ഇന്ന് രാത്രി കേട്ട കാര്യങ്ങൾ, ഗോ ടേക്ക് ഇനിഷ്യേറ്റീവ്. ദൈവം ഏറ്റവും സ്മോൾ ആയതിനെ തന്റെ കൃപയാൽ തെരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ we must separate. ഈ പല കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ അറിയാം. When we repeatedly hear about it, we are growing in the knowledge of the Lord. ഇതിനൊരു പൂർത്തീകരണം ഉണ്ട്. അത് എവിടെയാണെന്ന് അറിയാമോ? One day we will see him face to face. ഒരു ദിവസം നമ്മുടെ കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണുമ്പോഴാണ് നമ്മുടെ ആ കർത്താവിനെ കുറിച്ചുള്ളതായ ആ വെളിപ്പാട് പൂർണ്ണമാകുന്നത്. അവന്റെ തേജസ്സാർന്ന മുഖം നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ്. That is our hope. അതാണ് നമ്മുടെ പ്രത്യാശ. One day we will see the Lord. ഈ പ്രോഗ്രസീവായ കർത്താവിന്റെ കൂടെയുള്ള യാത്രയുടെ കൾമിനേഷൻ എവിടെയാണ് നോക്കി. ഞാൻ ഈ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ മനോഹയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നു. ആ പ്രശ്നം എന്ന് നോക്കി, മനോഹ പറയാ, നാം ദൈവത്തെ കണ്ടതുകൊണ്ട്, അതിന് 22ാമത്തെ വാക്യമാണ്, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും. മനോഹയുടെ പരിജ്ഞാനം ഇച്ചിരി കുറവായിരുന്നു. വൈഫിന് കുറച്ചും കൂടെ തിയോളജിക്കൽ അറിവുണ്ടായിരുന്നു. വൈഫ് പറയാ, നോക്കി എന്റെ ഭാര്യയുടെ പരിജ്ഞാനം നോക്കി. ഭാര്യ പറയാ, യഹോവയ്ക്ക് നമ്മെ കൊല്ലുവാനും ഒക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും ഒക്കെ സ്വീകരിക്കുമോ, ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുമോ? സോ വൈഫ് വാസ് മോർ ബ്രില്യന്റ് ദാൻ മനോഹ. ഐ തിങ്ക് വൈഫ് വാസ് മോർ സെൻസിറ്റീവ്, തിയോളജിക്കലി സെൻസിറ്റീവ് ആയിരുന്നു മനോഹയെക്കാളും. മനോഹ പറയാം, നമ്മൾ മരിച്ചു പോകും. എന്നാൽ വൈഫ് പറയാം, എന്നോനോ, അങ്ങനെ നമ്മളെ കൊല്ലാനാണെങ്കിൽ ദൈവം ഇതെല്ലാം നമ്മളോട് പറയുമോ, നമ്മുടെ യാഗം അക്സെപ്റ്റ് ചെയ്യുമോ,
എന്ന് ചോദിച്ച് മനോഹയെ കറക്റ്റ് ചെയ്യുക വൈഫ് ചെയ്യുന്നു. നോക്കിയേ, വളരെ സെൻസിറ്റീവായ ഒരു 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 മനോഹയുടെ വൈഫിനെ നമ്മൾ കാണുകയാണ്. നോക്കി അടുത്ത ശേഷം അതിന്റെ 24ാമത്തെ വാക്യം ഇങ്ങനെ ചെയ്യുന്നത്: അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനോട് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് പ്രോമിസ്ഡ് ഈസ് ഫുൾഫിൽ. ഈ ചാപ്റ്റർ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്താണോ പ്രോമിസ് ചെയ്തത് അത് ദൈവം പൂർത്തീകരിച്ചു എന്ന് ഈ ചാപ്റ്റർ നമ്മോട് പറയാം. ഇന്ന് രാത്രി ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് മനോഹയുടെ കുടുംബത്തിന് കൊടുത്ത ഒരു പ്രോമിസ് ആണ്. God gave the promise at the beginning of the chapter. God fulfilled the promise at the end of the chapter. ഇത് മനോഹയുടെ കുടുംബത്തിലുള്ള പ്രോമിസാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങളോട് ഒരു വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, God is faithful to fulfill it. അത് പൂർത്തീകരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ തോന്നലോ ആരെങ്കിലും അറിയാതെ പറഞ്ഞതോ നമ്മളെ ഫ്ലാറ്ററി പറഞ്ഞതോ ഒന്നിനെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത് if the Lord God of Israel, ദൈവമായ കർത്താവ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ കർത്താവ് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. മനോഹയുടെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തം, മനോഹയുടെ കുടുംബത്തിന്റെ സ്മോൾനെസ്സിനകത്ത് ദൈവം പറഞ്ഞ പ്രോമിസ്, God exactly fulfill it. അത് പൂർണ്ണമായിട്ട് കർത്താവ് നിറവേറ്റി. നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ്. 2000 വർഷങ്ങളായിട്ട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ച് ദൈവസഭ മാറാനാഥ എന്ന എല്ലാ മീറ്റിംഗിലും പറഞ്ഞുകൊണ്ട് എല്ലാ മീറ്റിംഗ് അവസാനിപ്പിക്കുക ആമേൻ കം ലോർഡ് ജീസസ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു പ്രോമിസ്, യേശുവിന്റെ 2ാമത്തെ വരവിന്റെ പ്രോമിസ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസ്. അബ്രഹാമിനോട്, മനോഹയുടെ കുടുംബത്തോട്, ദാവീദിനോട് God promised and God fulfills the promise. A promise keeping God. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ഒരു ദൈവത്തെ ഈ ചാപ്റ്റർ നമ്മൾ കണ്ടുമുട്ടുക. നോക്കിയേ, അടുത്ത ലാസ്റ്റ് വാക്യം. ആ ലാസ്റ്റ് വാക്യം ഇങ്ങനെയാണ്: ബാലനെ യഹോവ അവനെ അനുഗ്രഹിച്ചു. സാംസൺ വാസ് ബ്ലെസ്ഡ് ബൈ ഗോഡ്, എംപവേർഡ് ബൈ ഗോഡ്. അതിനുശേഷം 25ാമത്തെ വാക്യം: സ്വർഗീയസ്ഥയുടെ മധ്യയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. That is where the chapter ends. ഞാൻ വിചാരിക്കുക ചാപ്റ്റർ അവസാനിക്കുന്ന വലിയൊരു ഹോപ്പോട് കൂടിയാണ്, വലിയൊരു പ്രത്യാശയോട് കൂടിയാണ്. എല്ലാം കോംപ്രമൈസ് ചെയ്തു പോയ ഫെലിസ്റ്റിൻസ് റൂൾ ചെയ്യുന്ന ഒരു കാലത്ത് മനോഹയുടെ കൊച്ചു വീട്ടിൽ താൻ വാക്ക് പറഞ്ഞ് നിവർത്തിച്ച് അസാധ്യമായ സാഹചര്യങ്ങളിൽ ഒരു പുതിയ വഴി വെട്ടി തുറന്ന് ആ ശിംശോൻ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ ദാനം ചെയ്ത് യഹോവയുടെ ആത്മാവൻ വലുതായപ്പോൾ the Holy Spirit started to stir him എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ അവസാനിക്കും. So there is a great hope. Something is big going to happen. 14, 15, 16 ചാപ്റ്ററിലേക്ക് പോകാൻ എന്റെ മുമ്പിൽ സമയമില്ല. That's entirely another story. നമുക്ക് വേറൊരു ദിവസം ആ ചാപ്റ്ററിലേക്ക് പോകാം. ഇന്ന് രാത്രി 5-6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, God take initiative. Number 2, God's grace at work. കൃപയാല, കാരണം സ്മോൾ ആയ, ബാരനായ, ഡ്രൈ ആയ ഒരു വീട്ടിൽ നിന്നാണ് ദൈവം ആരംഭിക്കുന്നത്. 3, a lessons of separation. If you want to stand for God, you must be holy and separate. You must take the responsibility. You must be committed to the Lord. 4, progressive understanding, step by step, walking with God, and finally, one day we will see the Lord. 5th, God is faithful to the promise. 6th, a hope of Samson's life. Our hope, the second coming of Jesus. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ God took the initiative. It was because of God's grace. There is a lesson of separation. This is progressive understanding. There is a faithfulness of God, and also there is a hope of the second coming of the Lord. ഈ രാത്രിയിൽ ഈ വചനങ്ങളെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തിരിക്കുന്ന ദൈവനാമത്തിൽ